വലിയ സംഗതിയാണ്. ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അന്നത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രാവിലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ചൊല്ലി ഇറങ്ങിയതുകൊണ്ട് തന്നെയാണെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. ഇവിടുന്ന് ആരോ ഒരാൾ തമാശ പറഞ്ഞു എന്ന് പറഞ്ഞു, മൂപ്പരെ സുബഹിസ്കരിച്ചിട്ടുള്ള മൂപ്പരെ വണ്ടി സുബഹിസ്കരിച്ചിട്ടില്ലല്ലോ. വളരെ ഹക്കാണത്. മനസ്സിലായില്ലേ? സുബഹി വണ്ടി പോയി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ജർലി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ഞാൻ ചൊല്ലി. അതൊക്കെ ചൊല്ലാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് ആ സമയത്ത് എനിക്ക് തന്നു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സുബഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ എല്ലാവരും ഇപ്പോഴും ജമാഅത്ത് നമസ്കാരത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും എന്തൊക്കെ ന്യായീകരിച്ചാലും ശരിയാകേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അവരെ മനസ്സിൽ ഓർത്തിട്ട് തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 100% വിശ്വസിക്കുന്നത് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന്, പൊടിഞ്ഞൊടുങ്ങേണ്ടിയിരുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ സുബഹി നമസ്കാരം കൊണ്ടാണെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൂടി ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നതോട് പറയണേ, ഇന്ന് അസർ മുതൽ നമ്മൾ ജമാഅത്തിൻ്റെ കാര്യത്തിൽ തിരുത്തു വരുത്തണം. അലാം വെക്കണം. നമ്മളെ പള്ളിൻ്റെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ജമാഅത്ത് എന്ന് കിട്ടും. എല്ലാ ദിവസവും ഉസ്താദ് എന്ത് ചെയ്യും, രാവിലെ അത് ഇടുന്നുണ്ട്. നോക്കി ജമാഅത്ത് നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്ത് ബിസിനസ്സോ എന്ത് തിരക്കാണെങ്കിലും അതിൻ്റെ അടിയിലൊക്കെ അത് പരിരക്ഷിക്കാൻ പറ്റും. അതൊന്ന് പരിരക്ഷിച്ച് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഒരു വ്യത്യാസം. അത് വലിയ വ്യത്യാസം തന്നെയായിരിക്കും.